ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇ ടി. നമുക്കിന്നൊരു റീഡിങ്ങിൻ്റെ സെക്ഷൻ പഠിച്ചാലോ? ഓക്കെ. സോ റീഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇടാം, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക കേട്ടോ. നമുക്കറിയാമല്ലോ, ആദ്യം നമ്മളെപ്പോഴും ബി പാർട്ടും സി പാർട്ടും നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കും, അതിനുശേഷം നമ്മൾ പാരഗ്രാഫ് വായിച്ച് ഓപ്ഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ മെത്തേഡ് പ്രകാരം നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷൻ ആദ്യം വായിച്ചിട്ട് പാരഗ്രാഫിലോട്ട് വരുന്നതായിരിക്കും ചില പിള്ളേർക്ക് കൂടുതൽ ആപ്റ്റായിട്ടുണ്ടാവുക. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടായിട്ട് തോന്നുന്നത് ആ ഒരു മാർഗം നിങ്ങൾ സ്വീകരിക്കുക. ഇനി എന്തായാലും ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടില്ല, മനസ്സിലാവില്ല. വായിച്ചു കഴിഞ്ഞാൽ പാരഗ്രാഫാണെങ്കിലും ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് ഓപ്ഷനും പാരഗ്രാഫും എല്ലാം കൃത്യമായിട്ട് വായിച്ച് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഈസ് എപ്പിനെർഫിൻ ആഡഡ് ടു ലിഡോക്കെയിൻ ഇഞ്ചെക്ഷൻസ്. ഇതൊരു നമ്മുടെ മെഡിക്കേഷൻ സംബന്ധിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. ബി പാർട്ടാണ്, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ ബി പാർട്ടിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ 3 ഓപ്ഷൻസും വളരെയധികം സിമിലർ ആയിരിക്കുകയും ചെയ്യും. നമുക്ക് കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് വരുന്ന ഒരു പാർട്ടാണ് ബി പാർട്ട്. എന്നാൽ 3 ഓപ്ഷനേ ഉള്ളൂ. 4 ഓപ്ഷൻ നമുക്ക് കഷ്ടപ്പെടേണ്ടതായിട്ട് വരില്ല, വായിച്ചിട്ട് സമയം കുറച്ചുകൂടി നമുക്ക് ലാഭിക്കാം. പക്ഷേ നിരന്തരമായിട്ട് ബി പാർട്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ട് 2 or 3 മെറ്റീരിയൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി പാർട്ടിൽ നമുക്ക് 5 ആൻസേഴ്സ് ഈസി ആയിട്ട് നമുക്ക് 6ൽ കിട്ടാം. 6 out of 6 കിട്ടാനും വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണ്? വൈ ഈസ് എപ്പിനെർഫിൻ ആഡഡ് ടു ലിഡോക്കെയിൻ ഇഞ്ചെക്ഷൻ. ലിഡോക്കെയിൻ ഇഞ്ചെക്ഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാലോ സെഡേഷനാണ്. അത് കൊടുക്കുന്ന സമയത്ത് അതിൽ എപ്പിനെർഫിൻ എന്ന് പറഞ്ഞ ഇഞ്ചെക്ഷനും കൂടി ആഡ് ചെയ്ത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് എപ്പോഴും കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ചില കുട്ടികൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ആൻസർ കിട്ടും, പ്രിഡിക്റ്റ് ചെയ്യും അവർ. കാരണം മെഡിക്കലി നോളേജ് ഉള്ളവരാണെങ്കിൽ അതവർ പെട്ടെന്ന് തന്നെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് അവർക്കത് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഓപ്ഷൻ വായിക്കാം, പാരഗ്രാഫ് വായിക്കാം. പ്രിപ്പറേഷൻ ഓഫ് ഇഞ്ചെക്ഷൻ. ക്വസ്റ്റ്യൻ തന്നെ അതിൻ്റെ ഹെഡിങ് തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഇഞ്ചെക്ഷൻ എന്നുള്ളതാണ്. ലിഡോക്കെയിൻ ഈസ് എ ലോക്കൽ അനസ്തറ്റിക് ദാറ്റ് ഈസ് ഓഫൺ ഇഞ്ചെക്റ്റഡ് സബ്ക്യൂട്ടേനിയസ്ലി ബിഫോർ മൈനർ മെഡിക്കൽ പ്രൊസീജിയേഴ്സ് സച്ച് ആസ് ലാസറേഷൻ റിപ്പയർ, എക്സിഷണൽ ബയോപ്സി ആൻഡ് ഹോർമോണൽ ഇംപ്ലാന്റേഷൻ. ഇങ്ങനെ എക്സാമിന് നമുക്ക് കിട്ടുമ്പോണ്ടല്ലോ, അത് പിന്നെ നമ്മൾ അതിൻ്റെ മലയാളം ഒന്നും കൃത്യമായിട്ടൊന്നും ഇങ്ങനെ നോക്കി ആലോചിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും അതിനകത്തുനിന്നൊരു ആൻസർ ഇല്ല. കാരണം ക്വസ്റ്റ്യൻ എന്താണ്, എന്തുകൊണ്ടാണ് ലിഡോക്കെയിൻ ഇഞ്ചെക്ഷൻ്റെ കൂടെ എപ്പിനെർഫിൻ ആഡ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ എപ്പിനെർഫിൻ എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെൻറ്റൻസ് വായിച്ച് സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ അടുത്ത സെൻറ്റൻസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്താണ് അവരവിടെ പറഞ്ഞിരിക്കുന്നത്? ലിഡോക്കെയിൻ എന്താണെന്നാണ്. വാട്ട് ഈസ് ലിഡോക്കെയിൻ എന്നുള്ളതിൻ്റെ ഒരു മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലോക്കൽ അനസ്തെറ്റിക് ആണ്, എപ്പോഴും അത് ഉപയോഗിക്കുന്നത് സബ്ക്യൂട്ടേനിയസ്ലി ആണ്. അതുപോലെ തന്നെ ലാസറേഷൻ റിപ്പയറിനും എക്സിഷണൽ ബയോപ്സി, ഹോർമോണൽ ഇംപ്ലാന്റേഷൻ, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത്, എ കീ സ്റ്റെപ്പ് ടു പ്രിപ്പയർ ഫോർ ദിസ് പ്രൊസീജിയർ ഈസ് ക്ലിയറിങ് എ സ്യൂട്ടബിൾ വർക്ക് സ്പേസ് ആൻഡ് ഒബ്റ്റെയിനിങ് എനി നെസസറി സപ്ലൈസ്. അതിൽ നമുക്കൊരു എപ്പിനെർഫിൻ എന്നുള്ളൊരു വാക്കില്ല. അതെങ്ങനെയാണ് ആ പ്രൊസീജിയർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതും നമുക്ക് വിട്ടുകളയാം. ഫസ്റ്റ്, അതിന് ശേഷം ഒരു കോമ കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് നമുക്കൊന്ന് വായിക്കാം. ഇങ്ങനെ കോമ കൊടുത്തിട്ട് എഴുതുന്നത്, ഒരു വാക്ക് തന്നിട്ട് കോമ കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമുണ്ടാകും. ഫസ്റ്റ് കോമ, ബി ഷുവർ ടു ചെക്ക് വിത്ത് യുവർ പ്രൊവൈഡർ എബൌട്ട് ദ കോൺസെൻട്രേഷൻ ആൻഡ് മിക്സ്ചർ ഓഫ് ലിഡോക്കെയിൻ ടു ബി യൂസ്ഡ്. അപ്പോൾ നമ്മൾ ആരുമായിട്ട്, നമ്മുടെ പ്രൊവൈഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടറുമായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇഞ്ചെക്ഷൻ മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്യണം, എന്നിട്ട് ചെക്ക് ചെയ്യണം എന്തോരമാണ് കൊടുക്കേണ്ടത്, കോൺസെൻട്രേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ അവരുമായിട്ട് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയൊന്നും നമ്മുടെ ഇതുവരെയുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ വരുന്നില്ല. ഓക്കെ, നമുക്കടുത്തത് നമുക്ക് നോക്കാം. എപ്പിനെർഫിൻ എന്നുള്ള വാക്ക് കൂട്ടിയിട്ടുള്ളത് അടുത്ത സെൻറ്റൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എപ്പിനെർഫിൻ ഈസ് ഓഫൺ ഇൻക്ലൂഡഡ് ടു കൺസ്ട്രിക്റ്റ് ലോക്കൽ ബ്ലഡ് വെസൽസ് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ. കണ്ടോ, എപ്പിനെർഫിൻ്റെ ഒരു യൂസാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉണ്ട് അതിനകത്ത്. എപ്പോഴും ഉപയോഗിക്കുന്ന എന്തിനാണ്? കോൺസ്ട്രിക്റ്റ് ലോക്കൽ ബ്ലഡ് വെസൽസ്. ലോക്കൽ ബ്ലഡ് വെസൽസിനെ കോൺസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ, ഒത്തിരി നേരത്തേക്ക്. അതുകൊണ്ടാണ് ഒരുപാട് നേരത്തേക്ക് ഈ എപ്പിനെർഫിന് ഒരു യൂസ്ഫുള്ളാണ്. ഒത്തിരി നേരത്തേക്ക് നിലനിൽക്കും അതിൻ്റെ ഒരു എഫക്റ്റ്.
അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ബട്ട് ക്യാൻ ഇൻക്രീസ്, അതേസമയത്ത് അതിൻ്റെ ഒരു നെഗറ്റിവിറ്റിയും കൂടെ പറയുകയാണ്, ദ റിസ്ക് ഓഫ് കോസിങ് ഇസ്കീമിയ കൂട്ടാനായിട്ടും സാധിക്കും ഇൻ ഏരിയാസ് വിത്ത് പുവർ ബ്ലഡ് സപ്ലൈ, ഫിംഗേഴ്സ്, ഇയേഴ്സ്, ടോസ്. അപ്പോൾ ഈ ടോസിലും ഇയേഴ്സിലും ഫിംഗേഴ്സിലും ഒക്കെയാണ് ഇത് ഇസ്കീമിയ കൂട്ടാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്തുകൊണ്ടാണ് അവിടെ പുവർ ബ്ലഡ് സപ്ലൈ ഉണ്ട്. ആ ഒരു സെൻറ്റൻസ് നമുക്ക് ആൻസറുള്ള ഭാഗമൊന്നുമല്ല, അത് അവരൊരു നമ്മൾ ആൻസറിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവരൊന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടത് അവർ തന്നിട്ടുണ്ട്, എപ്പിനെർഫിൻ്റെ യൂസേജ് എന്താണെന്ന് തന്നിട്ടുണ്ട്, ലോങ്ങർ ഡ്യൂറേഷനിലോട്ടേക്ക് എഫക്റ്റീവ് ആണെന്നുള്ളതാണ്. സോഡിയം ബൈകാർബണേറ്റ് ക്യാൻ ഓൾസോ ബി ആഡഡ് ടു അവോയ്ഡ് പെയിൻ ഡ്യൂറിങ് ഇഞ്ചക്ഷൻ. അത് നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് ഒരു ബന്ധമില്ല, സോഡിയം ബൈകാർബണേറ്റിനാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ മലയാളം മീനിങ് നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അത് അവോയ്ഡ് പെയിൻ മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഡ്യൂ ടു ലിഡോക്കെയിൻ്റെ അസിഡിക് pH മൂലം. ഈ ലിഡോക്കെയിൻ എന്ന് പറഞ്ഞ മെഡിക്കേഷന് അസിഡിക് pH കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ പെയിൻ ഒന്ന് മാറ്റാൻ വേണ്ടി സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കും. നമുക്കത് ക്വസ്റ്റ്യനായിട്ട് ഒരു ബന്ധമില്ല, വേറൊരു മെഡിക്കേഷനെ അവർ നമ്മുടെ കോൺസെൻട്രേഷൻ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് അവർ തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത സെൻറ്റൻസ് നമുക്ക് വായിക്കാം. ബി ഷുവർ ടു ഒബ്റ്റെയിൻ ദ പ്രോപ്പർ സൈസ്ഡ് നീഡിൽ ആൻഡ് സിറിഞ്ച് വിച്ച് വിൽ ബി ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ദി ഇഞ്ചക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പ്രോപ്പർ സൈസായിട്ടുള്ള നീഡിലും സിറിഞ്ചും എല്ലാം ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ദ സൈസ് ഓഫ് ദ ഏരിയ റിക്വയറിങ് അനസ്തീഷ്യ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, നമ്മുടെ പാരഗ്രാഫ് മൊത്തം വായിച്ചു കഴിഞ്ഞു. നമുക്ക് ഏകദേശം വളരെയധികം വൃത്തിയായിട്ട് അർത്ഥം മനസ്സിലാക്കാവുന്ന രീതിയിൽ അത്രയും നന്നായിട്ടാണ് അവർ ഇവിടെ ഒരു പാരഗ്രാഫ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ചുള്ളൊരു വൊക്കാബുലറി നമ്മൾ കണ്ടില്ല, അല്ലെ നമുക്ക് പരിചയമില്ലാത്തൊരു വൊക്കാബുലറി ഒന്നും ഇതിനകത്തില്ല. അത്രയും ഈസി ആയിട്ടാണ് അവരിത് തന്നിരിക്കുന്നത്. നമ്മുടെ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എപ്പിനെർഫിൻ എന്തിനാണ് ലിഡോക്കെയിൻ ഇഞ്ചക്ഷൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ടു നം ദ ഏരിയ നമ്പ് ചെയ്യാനാണോ? ഇല്ല, നംനെസ്സിനാണെന്ന് അവർ നമുക്ക് ഒരു സ്ഥലത്തും തന്നിട്ടില്ല. ടു പ്രൊലോങ് ദ എഫക്റ്റ്, കണ്ടോ, അത് ക്ലിയറായിട്ട് അവർ തന്നിട്ടുണ്ട്. എപ്പിനെർഫിൻ ഈസ് ഓഫൺ ഇൻക്ലൂഡഡ്, എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതാണ് ആഡഡ്. ഇൻക്ലൂഡഡിൻ്റെ മറ്റൊരു വേർഡാണ് ക്വസ്റ്റ്യനിലുള്ള ആഡഡ്. കണ്ടോ, കുഞ്ഞ് സിനണിം ഉപയോഗിച്ച് അവരത് മറ്റൊരു വാക്കിനെ ചേർത്ത് അവർ തന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ സിനണിമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന്, അത് തന്നെയാണ് അപ്പം ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആഡഡ് എന്നുള്ളൊരു വാക്കിനകത്താണ് ഇൻക്ലൂഡഡ് എന്നുള്ളൊരു വാക്ക് തന്നിരിക്കുന്നത്. ടു കൺസ്ട്രിക്റ്റ് ലോക്കൽ ബ്ലഡ് വെസൽസ് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ, അതാണ് പ്രൊലോങ് ദ എഫക്ട്സ്. ലോങ്ങർ ഡ്യൂറേഷൻ എന്നുള്ള വാക്കും ഓഫൺ ഇൻക്ലൂഡഡും എല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി സി ഓപ്ഷൻ വെറുതെ നമുക്ക് നോക്കാം, എലിമിനേഷനാണല്ലോ നമ്മൾ എപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പോൾ ടു നം ദ ഏരിയ ഇല്ല, നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ടു റെഡ്യൂസ് പേഷ്യൻ്റ് ഡിസ്കംഫർട്ട്, പേഷ്യൻ്റെ ഡിസ്കംഫർട്ട് മാറ്റാനായിട്ടാണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ ഉത്തരം ഭയങ്കര ഡയറക്റ്റാണ്. അതായത് പ്രൊലോങ് ദ എഫക്റ്റും ലോങ്ങർ ഡ്യൂറേഷൻ എന്നുള്ളത് കൃത്യമായിട്ട് തന്ന് നമുക്ക് അവർ ആൻസർ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആൻസറാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് ഇതിൻ്റെ ആൻസർ മനസ്സിലായി, എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തിച്ചേരുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. എന്താണ്, 2 മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈമിൽ ഓരോ ക്വസ്റ്റ്യനും 2 മിനിറ്റ്സ് എടുത്ത് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓരോ ദിവസവും ചെയ്ത് വരുമ്പോൾ ഒരു വിത്തിൻ 1 വീക്കിൽ നമ്മൾ ഈ റൂള് കൃത്യമായിട്ട് പാലിച്ചാൽ നമുക്ക് ഒരു ആൻസർ 1.5 മിനിറ്റിനുള്ളിൽ കിട്ടും. അപ്പോൾ ബി ഒക്കെ നമ്മൾ 1.5 മിനിറ്റിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കണം. മാക്സിമം 5 റൈറ്റ് ആൻസറെങ്കിലും കിട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിന് കൂടുതൽ ബി പാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു മോട്ടോ എന്താണ്, ഔട്ട് ഓഫ് 6 നിന്നും 5 കിട്ടുക എന്നുള്ളതാണ് ബി പാർട്ടിൽ. എ പാർട്ടിൽ എന്താണ്, ഔട്ട് ഓഫ് 20 നിന്നും 18 എങ്കിലും മാക്സിമം കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ 18 + 5 നമുക്ക് 23. ഇനി 7 മതി നമുക്ക് 16 നിന്നും. സി പാർട്ടിൽ 16 ആണുള്ളത്, അതിൽ 7 മതി നമുക്ക്. അപ്പോൾ അത് ഒരു ഈക്വലായിട്ടൊരു 4 എങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 31 റൈറ്റ് ആൻസറിലേക്ക് എത്തിച്ചേരും. ചിലപ്പോൾ നമുക്ക് എ പാർട്ട് നന്നായിട്ട് കിട്ടി 20 കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്കോർ നമ്മുടെ ബി സ്കോറിനുള്ളത് നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ബി പാർട്ടിൻ്റെ എക്സ്പ്ലനേഷൻ വൃത്തിയായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഒക്കെ കേട്ട് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് പറഞ്ഞു തന്നോണക്ക് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. കൂടുതൽ ബി പാർട്ടും സി പാർട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക.
എളുപ്പമുള്ള ഭാഗത്തേക്കാൾ കൂടുതൽ പാടുള്ള ഭാഗം കൂടുതലായിട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.